ശ്രീ പ്രേംകുമാർ, അതിനൊന്ന് മറുപടി പറഞ്ഞ ശേഷം ഇടവേളയിലേക്ക് പോകാം. ഈ പറയുന്ന ധവളപത്രം ഇറക്കണം എന്ന് പറയുക, നിങ്ങൾ കേന്ദ്രവിഹിതം കിട്ടുന്നില്ല, കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ എതിരഭിപ്രായങ്ങൾ പറയുന്നു, അതേസമയം ചില കാര്യങ്ങൾക്ക് പോയി ഒപ്പിടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ലിജുവിന്റെ ആരോപണം. രണ്ടാമത്തത് ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ടാണ്. ആശമാർ എത്ര മാസങ്ങളോളമാണ് വെയിലും മഴയും കൊണ്ട് അവിടെ സമരം ചെയ്തത്. അവരെ അധിക്ഷേപിക്കുന്ന ചില നേതാക്കൾ വരെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇവർ തൊഴിലാളികളല്ല എന്ന് സമർത്ഥിക്കാനായിരുന്നു പല നേതാക്കളും ചർച്ചകളിൽ തയ്യാറായത്. അവർ തൊഴിലാളികളല്ല, കേന്ദ്രം കൊടുക്കേണ്ടതാണ്, കേന്ദ്രത്തിന് കീഴിൽ വരുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1000 രൂപ ഓണറേറിയം എങ്ങനെ കൂട്ടാനായി എന്ന ചോദ്യം കൂടി നിൽക്കുകയാണ്. ആശാ വർക്കർമാരുടെ കാര്യമായിട്ട് ആദ്യം പറയാം. ആശാ വർക്കേഴ്സ് സ്കീം വർക്കേഴ്സാണ്. ആശ മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ളത്. അംഗൻവാടിക്കാർ സ്കീം വർക്കേഴ്സാണ്. നമ്മുടെ സമൂഹത്തിലെ NHM വർക്കേഴ്സ് സ്കീം വർക്കേഴ്സാണ്. കേരളത്തിലെ ഗവൺമെൻറ്റിന് സ്കീം വർക്കേഴ്സിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രമായിട്ട് കാണാൻ കഴിയില്ല. ഒക്ടോബർ മാസം 29-ാം തീയതിയുടെ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ആശമാരുടെ ഓണറേറിയം ഉൾപ്പെടെ 1000 രൂപ വീതം വർദ്ധിപ്പിച്ചു. ആ വർദ്ധിപ്പിച്ച ഓണറേറിയം കേരളത്തിൽ ആകെ വിതരണം ചെയ്തു. ആശമാരുടെ മാത്രമല്ല, അംഗൻവാടി ഹെൽപ്പർ, അംഗൻവാടി വർക്കർ, സ്കൂൾ പാചക തൊഴിലാളി പ്രതിദിനം 50 രൂപ വീതം വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനം ഉണ്ടായി. ആ പ്രഖ്യാപനം നടപ്പിലാക്കി കേരളത്തിൽ. ഗവൺമെന്റിന് ഞാനൊന്ന് പറയട്ടെ, പറ്റില്ല എന്നല്ല. ആര് പറഞ്ഞു? സ്മൃതി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതാ പറഞ്ഞു വരുന്നത്. കേരളത്തിൽ ആശമാരുടെ വേതനം ഇതിനു മുമ്പ് സ്റ്റേറ്റ് ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണോ സ്മൃതി പറയുന്നത്? ഇതിനു മുമ്പ് നിരവധി തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം വാങ്ങുന്ന അഥവാ ഈ നിലയിൽ ആശമാർ അലവൻസ് മേടിക്കുന്നതിൽ 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ കേരളമാണ്. ആ വർദ്ധിപ്പിച്ചത് മുഴുവൻ കേരളത്തിലെ ഗവൺമെന്റാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. മുന്നിൽ സമരം മന്ത്രിമാർ പറഞ്ഞത് ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് തന്നെയല്ലേ ഇവിടുത്തെ മന്ത്രിമാർ പറഞ്ഞത്? ഞങ്ങളും വരാം, നമുക്ക് പോകാം കേന്ദ്രത്തിന് മുന്നിൽ. അതെ, നമുക്ക് പോകാം. കാരണം എന്താണ്? എന്താ INTUC-യുടെ നിലപാട്? കോൺഗ്രസിന്റെ രാഷ്ട്രീയം അംഗീകരിക്കുന്ന INTUC ഈ സമരത്തിന് നേതൃത്വം കൊടുത്തോ? സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏതാണ്? എത്ര ആശാവർക്കർമാർ സമരത്തിന്റെ ഭാഗമായിട്ട് വന്നു? രാജ്യത്ത് INTUC-യും CIT-യും INTUC-യുടെ നേതാവിനെ തള്ളിക്കൊണ്ട് ഒരു മിനിറ്റ്, നിങ്ങൾ എനിക്ക് സമയം സ്മൃതി ഇങ്ങനെ പൂർണ്ണമായി അതെ സ്മൃതി ഞാൻ ഓരോ വാചകം പറയുമ്പോഴും കയറി ഇടപെടുകയാണെങ്കിൽ പിന്നെ എന്നെ ചർച്ചയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ ഗവൺമെന്റ് പറയുന്നത്, ഇന്ത്യയിൽ ഇടതുപക്ഷം പറയുന്നത്, CIT ഉൾപ്പെടെയുള്ള ആശാവർക്കർമാരുടെ സംഘടന പറയുന്നത് ദേശീയ അടിസ്ഥാനത്തിൽ സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നാണ്. അവരെ തൊഴിലാളികളായി അംഗീകരിച്ച് അവർക്ക് മിനിമം വേജസ് കൊടുക്കണം. അത് കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല, രാജ്യത്തെ ഗവൺമെന്റ് ആണ്. സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനും കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കും എതിരായിട്ടാണ്. ആ നിലപാട് തന്നെ എപ്പോഴും ഉള്ളത്. പക്ഷേ അത് കിട്ടുന്നത് വരെ നിങ്ങൾ കാത്തുനിന്നോ എന്ന് ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ല കേരളം. ഇടപെടുന്നതിൽ ക്ഷമിക്കണം. ഈ പറഞ്ഞ കേന്ദ്രത്തിലും CITU ദേശീയ തലത്തിൽ നടത്തിയ സമരങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ടെന്നേ. ദേശീയ തലത്തിൽ എളമരം കരിയും അടക്കം നടത്തിയ സമരങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെന്നേ. ഓണറേറിയം കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരങ്ങൾ. ഇവിടെ വന്നിട്ട് ഇവിടെ കേരളത്തിലെടുത്ത സമീപനത്തെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ കൂട്ടാൻ പറ്റില്ല എന്ന് പറയുകയും ആശമാരെ അധിക്ഷേപിക്കുകയും ചെയ്ത കേരളത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കൂട്ടി എന്താണ്? തെരഞ്ഞെടുപ്പ് വരുന്നോണ്ടാണ്. ഇപ്പോഴല്ല 2 മാസം മുമ്പ് 3 മാസം മുമ്പ് കൂട്ടി. അതെ 2 മാസം മുമ്പ് കൂട്ടി, ഇപ്പോഴും കൂട്ടി. അപ്പോൾ അവർ ഈ സമരം ചെയ്യുന്ന സമയത്ത് കൂട്ടി, ഇനിയും കൂട്ടും. ഇതിനു മുമ്പ് 2 മാസം മുമ്പ് മാത്രമല്ല, 2 മാസം മുമ്പ് മാത്രമല്ല, ഇതിനു മുമ്പ് 7 or 8 തവണ കൂട്ടിയിട്ടുണ്ട്. അതെല്ലാം കേരളത്തിലെ LDF സർക്കാരാണ്. ആദ്യമായിട്ടല്ല കേരളത്തിൽ ആശമാരുടെ ഓണറേറിയം കൂട്ടുന്നത്. ഇനിയും കൂട്ടും. അല്ല, പഴയ കാര്യങ്ങളല്ല, ഞാൻ പുതിയ കാര്യങ്ങളാ പറയുന്നത്. ഞാൻ ഒന്നുകിൽ എന്നെ പറയാനൊന്നും അനുവദിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കയറി ഇടപെടുകയാണെങ്കിൽ പിന്നെ ഇതൊരു ശരിയായ രീതിയല്ല. നമ്മുടെ ഒരു ചർച്ചയല്ലേ ശ്രീ പ്രേംകുമാർ? ഇത്രയും സംസാരിച്ചല്ലോ, അങ്ങ് പറഞ്ഞ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എനിക്ക് അനുവദിക്കുന്ന സമയം നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി. ബജറ്റിലും കൂട്ടി, ഇപ്പോഴും കൂട്ടി, ശരിയാണ്. അതിനു മുമ്പാണല്ലോ സമരം നടന്നത്. സമരകാലത്ത് കൂട്ടിയില്ല, കൂട്ടാതിരിക്കുന്നതിന് നിങ്ങൾ അതല്ല ഞാൻ പറയുന്ന കാരണം, സ്കീം വർക്കേഴ്സ് എന്നാൽ ആശ മാത്രമല്ല, എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യം ഗവൺമെന്റ് ഇതിനു മുമ്പ് 7 or 8 തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ വർദ്ധിപ്പിച്ചതിന്റെ തുടർച്ചയിൽ 2 മാസം മുമ്പ് കൂട്ടി.
ഇപ്പോൾ ആശമാരുടെ മാത്രമല്ല എല്ലാവരുടെയും കൂട്ടി, ഇനിയും കൂട്ടും. ശരി, എങ്കിലും ഞങ്ങളുടെ നിലപാട് കേന്ദ്ര സർക്കാർ ഇവരെ തൊഴിലാളികളായി അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കണമെന്നാണ്. നിങ്ങൾ ഇനിയും തെരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുമായിരിക്കും. അതിന് എപ്പോ കൂട്ടുമെന്ന് എനിക്കറിയില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.